ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടികിട്ടിയ മുന്നണി ഏതാണെന്ന് ചോദിച്ചാൽ NDA എന്ന് പറയും. രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ BJP എന്ന് പറയേണ്ടി വരും. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന അവരുടെ ഏറ്റവും പുതിയൊരു തന്ത്രം അത് പാതാളത്തിലേക്ക് പോയത് വോട്ടെടുപ്പിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കേരളമെങ്ങും ചർച്ചാ വിഷയമാക്കിയതാണ്. തൊട്ടു പിന്നാലെ ഇതാണ് ഘടകകക്ഷികളുടെ അവരെ അനുനയിച്ച് കൊണ്ടുപോയ ആ ഒരു തന്ത്രവും അതും പാളിപ്പോയിരിക്കുന്നു. ഈ ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ഏത് നേതാക്കളെന്ന് വെച്ചാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ ചുമതലയൊന്നുമില്ലാതെ ഒതുക്കപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആധിപത്യം കൊണ്ട് ഒതുക്കപ്പെട്ട കുറേ നേതാക്കൾ BJPയുടെയും RSSൻ്റെയും അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് മേലെ തട്ട് വരെ എത്തി ഒടുവിൽ ഒന്നുമല്ലാതായി തീർന്ന ഒരു വിഭാഗം നേതാക്കൾ. ഈ നേതാക്കളാണ് അടുത്തിടെ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ എന്താണ് BJPക്ക് ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായി വിശകലനം ചെയ്തത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും പിടിപ്പേട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ BJPക്ക് കേരളത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് അമ്പാടെ പാളി. ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന ഒരു ബേസിക് തത്വം പോലും മറന്നുകൊണ്ട് മറിച്ചെന്തെങ്കിലും അവർക്ക് പെട്ടെന്നൊരു പുനർവിചിന്തനമുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നേരെ LDF പാളയത്തിലേക്കാണ് വോട്ടുകൾ പോകുന്നത്. അല്ലാതെ BJPയിലേക്ക് ഒരിക്കലും ക്രിസ്ത്യൻ വോട്ടുകൾ പോയിട്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ വോട്ട് കൊണ്ടാണെന്ന് അങ്ങനെ പറയാനുമാകില്ല. കാരണം അതൊരു ഓളത്തിൽ ജയിച്ചു പോയതാണ്. ഇത് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിൻ്റെ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമാണ് തൃശ്ശൂരിൽ 2024 ലോക്സഭയിൽ ആ ജയമുണ്ടായത്. എന്നും പറഞ്ഞ് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ മറ്റ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചുകളുള്ള ക്രിസ്ത്യൻ ആധിപത്യമുള്ള ക്രിസ്ത്യൻ വോട്ടർമാരുള്ള മറ്റ് മണ്ഡലങ്ങളിൽ അത് നടക്കണം എന്ന് വാശി പിടിച്ചാൽ അത് നടക്കില്ല എന്ന് ഇതാ വീണ്ടും കേരളം തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് മറ്റാരും പറഞ്ഞതല്ല. തിരുവല്ലയിലും പൂഞ്ഞാറിലും പാലയിലുമൊക്കെ വ്യക്തമായി ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കുമെന്ന് പറഞ്ഞിറങ്ങിയ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പറയുന്നത്. PC ജോർജും ഷോൺ ജോർജും എന്തിനേറെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി വരെ. ഘടകകക്ഷികളെ എങ്ങനെയാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ സംസ്ഥാന ഘടകം കൈകാര്യം ചെയ്തത്? അതിലാണ് ഏറ്റവും വലിയ പാളിച്ച വന്നതെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിമർശനം. ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വാരിക്കോരി കൊടുത്തു. ആ സീറ്റുകളിൽ പലതും BJPയുടെയും RSSൻ്റെയും ശക്തി കേന്ദ്രങ്ങളായിരുന്നു. 19 സീറ്റാണ് 2020 എന്ന ഒരു മാസം മുമ്പ് NDAയിലേക്ക് കാലെടുത്ത് വെച്ച ഘടകകക്ഷിക്ക് നൽകിയത്. അതുപോലെ തന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ സീറ്റുകൾ BDJSന് നൽകി. 2020 എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പലരും BJPയുടെ പ്രചരണ കമ്മിറ്റി ഓഫീസിലേക്ക് കാലെടുത്ത് വെച്ചത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലേ, ആദ്യം മുതൽ ഞങ്ങളെല്ലാം പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു. നാം ഇവരും കണ്ടതാണ് 2020യുടെ പല സ്ഥാനാർത്ഥികൾക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് അവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ 2020 നേതൃത്വം തീരുമാനിച്ചത്. അതിനുശേഷം മാത്രമാണ് അവരറിയുന്നത് ആ പ്രസ്തുത മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വോട്ടവകാശമില്ലെന്ന്. അങ്ങനെ പലരും ക്ഷമാപണം നടത്തി പിന്തിരിഞ്ഞ ഗതികേട് വരെയുണ്ടായി NDA മുന്നണിയിൽ. അതെല്ലാം മുന്നണിയെ തികഞ്ഞ നാണക്കേടിലാക്കിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ സംസ്ഥാന ഘടകത്തിൻ്റെ ഇപ്പോൾ ഭരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അനുയായികളുടെയും രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന സെക്രട്ടറി S സുരേഷ് അവരുടെ പിടിവാശിക്കനുസരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നു. വ്യക്തമായ നിലപാടുകളില്ലാതെ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മിഷനറി പ്രവർത്തിച്ചു എന്നാണ് മറ്റൊരു ആരോപണം. എന്തായാലും പ്രവൃത്തി പരിചയമില്ലാത്ത സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് എടുക്കാൻ വയ്യാത്ത കല്ലെടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് തൊട്ട് കീഴെ നിൽക്കുന്ന കുറേ സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കന്മാരാണെന്ന് ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട്. ചില കണക്കുകൾ പ്രകാരം BJPക്ക് 3 മുതൽ 5 വരെ സീറ്റുകൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ചോദിച്ചത്.
നേമത്ത് പോലും സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച നേമത്ത് പോലും BJPക്ക് ഒന്നാമതെത്താൻ സാധിക്കില്ല എന്ന ദുഃഖകരമായ ഒരു വസ്തുതയാണ് അവിടെ വിളിച്ചു പറയപ്പെട്ടത്. തെളിവുകളും കണക്കുകളും ഒക്കെ നിരത്തിയാണ് ഒരു വിഭാഗം നേതാക്കൾ ഈ കണക്കുകൾ പറയുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJPക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് തുറന്നടിക്കുകയായിരുന്നു 2-3 നേതാക്കൾ. മുതിർന്ന നേതാക്കളായതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതാണ്. എന്തായാലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നയം പാളിയതുപോലെ BJPയുടെ ഘടകകക്ഷി അനുനയ തന്ത്രവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവൃത്തി പരിചയമില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയതിൻ്റെ ആ ഒരു പാളിച്ചയുമൊക്കെ BJP സംസ്ഥാന ഘടകത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.